നോക്കിയപ്പോ ഇത് കരക്കാർ ഒരേപോലെ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ എന്താ ഒരു മിസ്റ്റേക്ക്? ചേട്ടാ നന്നായി വരും. നോവി അങ്ങോട്ട് അനുഗ്രഹം കൊടുക്കുന്നു. ശരിക്കും എന്താ സംഭവം? ഇതെന്താ കുറച്ചു ദിവസം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ പ്രേക്ഷകർ ഇവരെന്താണ് വെറുതെ ഇരിക്കുന്നത്, ഇവർക്ക് എന്തൊക്കെ ആയിക്കൂടെ അങ്ങനെ ചോദിച്ചപ്പോ പെട്ടെന്ന് ഡയാന കണ്ണുകളിലൂടെ എനിക്ക് ഒരു ഇത് സിഗ്നൽ തന്നു. അപ്പൊ തന്നെ ഞാൻ കൂടെ കണ്ണുകളിലൂടെ സിഗ്നൽ തന്നിട്ട് 12:30 മണിയപ്പോ ഫോൺ വിളിച്ചെന്തിനില്ല. നിങ്ങൾ കണ്ണിലൂടെ സിഗ്നൽ ഇട്ടാ പോരുന്നതാ. ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു ചെറിയ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ആരെങ്കിലും താല്പര്യം പറയാൻ കാത്തിരിക്കുക. എന്തിനാ നമ്മള് പഴയതിനെ കുറിച്ച് ചിന്തിക്കുന്നു? അല്ല, ശ്രീവിദ്യയാണ് ഏറ്റവും ഭാഗ്യവതി. ഒരു വർഷം 2 ആദ്യരാത്രി. പിന്നെ ശ്രീവിദ്യക്ക് ഈ ഇത്തവണത്തെ ഓണം ഓഫർ ആയിരുന്നു. ഞാൻ ഒന്ന് വാങ്ങണ ഒന്ന് ഫ്രീ. അതെ അതെ, ഇത് ഫ്രീയാ. അല്ല, പക്ഷെ ഇതൊക്കെ നമ്മള് തമാശക്ക് പറയെങ്കിലും ഒരു കര വെച്ച് നോക്കുകയാണെങ്കിൽ വടക്കേക്കരക്കാരും തെക്കേക്കരക്കാരും തമ്മിൽ അങ്ങ് കല്യാണം കഴിച്ച സ്ഥിതിക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കല്യാണം എന്നൊക്കെ നമുക്കത് അറിഞ്ഞാൽ കൊള്ളാം. ഈ ചടങ്ങുകളൊക്കെ എങ്ങനെയായിരുന്നു നടന്നത് നിങ്ങളുടെ? ചടങ്ങ് പറ, കാസർഗോഡത്തെ കല്യാണത്തിന്റെ ചടങ്ങ് പറ. നമ്മള് ആദ്യം ഇംബ്രാസം വരും. അല്ല, ഞങ്ങളല്ലാണ്ട് വേറെ ഇല്ല എടാ, ഞങ്ങളുടെ നാട്ടിലേക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് ഇംബ്രാസം. അവിടെ കല്യാണത്തിന് മുമ്പ് സ്വാമി പൂജാരി പുള്ളി വരും. പുള്ളി എന്നിട്ട് മന്ത്രങ്ങളൊക്കെ ശരി ഇംബ്രാസം വന്ന് എല്ലാം ചെയ്തു. എന്നിട്ട് നമ്മള് മാല ഇടാൻ പറഞ്ഞു. ഒരു ബഹളമായിരുന്നു. എന്നിട്ട് നമ്മള് 3 വട്ടം ഇങ്ങനെ കറങ്ങി പിന്നെ അച്ഛന്റെ എല്ലാരും അരി വിരിക്കണമല്ലോ. അരി വിരിക്കാനോ? തുണിയൊക്കെ അല്ലേ നമ്മള് വിരിക്കുക? അരി വിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ നമ്മള് വയസ്സിന് മൂത്തവര് വന്ന് അരി 1 2 അങ്ങനെ മോഡേൺ പേരൊന്നുമില്ല. അരി വിരിക്കില്ല. നമ്മളവിടെയൊക്കെ തിരുവനന്തപുരത്തൊക്കെ മരിച്ചു കഴിയുമ്പോൾ അരി. അവിടെ കല്യാണത്തിന് അരി. ജീവിതത്തിലെ യൗവനം നശിച്ചിട്ട് അടുത്ത വൈവാഹിക ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണല്ലോ. അതാണ് നമ്മള് അരി വിരിച്ചിട്ട് ബാക്കി അരി വിരിക്കും. അരി വിരിച്ചപ്പോൾ നമ്മള് കാല് പിടിക്കും. കാല് പിടിച്ചിട്ട് ഇങ്ങനെ തൊട്ട് നെറ്റി നിലത്തടിക്കോ? ഇല്ല. ഇതേപോലെ ചില ബന്ധുക്കൾ നമുക്ക് സ്വർണ്ണം ഇട്ടുതരും. അങ്ങോട്ട് കൊടുത്തേക്ക് കിട്ടി, അങ്ങോട്ട് കൊടുത്തേക്ക് ഇങ്ങോട്ട് കിട്ടിയ സമയമാണല്ലോ. അടിപൊളിയായിരുന്നു.